ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നേതാജിൻ്റെ പിറന്നാളാണ്, ചിൽഡ്രൻസ് ഡേ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കുർത്ത സെറ്റ് തയ്ക്കണമെങ്കിൽ ഇന്നലെ തുണിയെടുത്ത് വേഗം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. 1 മീറ്റർ മതി ചെറിയ കുട്ടികൾക്ക്, 5-6 വയസ്സായ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ പഴയൊരു കുർത്ത ഉണ്ട്, ഇതിൻ്റെ അളവിൽ എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ 27 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് തയ്യെത്തുമ്പോഴാണ് ഞാൻ ഇറക്കെടുക്കണത്. അപ്പോൾ ആ തുണി ഞാൻ 4ആയിട്ട് മടക്കുകയാണ്. 4ആയിട്ട് കരയുള്ള ഭാഗം ഈ സൈഡും ഫോൾഡഡ് ആ ഭാഗവും സാധാരണ നമ്മൾ മടക്കണ പോലെ തന്നെ അങ്ങനെ മടക്കിയെടുക്കുകയാണ്. ഇനി എനിക്ക് എത്രയും അളവ് വേണ്ടിയെന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യണം. 27 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്, 1.5 ഇഞ്ച് തയ്യെത്തുമ്പം. പിന്നെ ഇതിലുള്ള മെഷർമെൻറ്റ് അങ്ങനെ അതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത്തായി പോകില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലത്തെ പോർഷന് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. കാരണം നമുക്ക് ബാക്കത്ത് 1 ഇഞ്ച് കയറ്റി വേണം കടക്കാൻ, കുർത്തയായതും കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാണ്. നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും 2.5 ഇഞ്ചാണ്. ഇനി ഇത് റൗണ്ട് ഷേപ്പാക്കി മാർക്ക് ചെയ്യാം. ഈ ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ 2.5 ഇഞ്ച് വിത്ത് എടുത്തുകൊണ്ട് അത് മാർക്ക് ചെയ്തേ. പിന്നെ നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കണേ. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ ലെങ്ത്തും 6 എടുത്തിരിക്കണം. കാരണം ഷോൾഡർ ഷോപ്പ് വരുന്നത് കൊണ്ട് 6 എടുത്ത്. പിന്നെ ഷോൾഡർ ഷോപ്പ് ഒരു 0.75 ഇട്ടാൽ മതി, അതുണ്ടാവും ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ഷോൾഡർ 5.5 എടുത്തത് കൊണ്ട് താഴെ 6 എടുത്തിരിക്കണം. കാരണം മേലെ ഷോൾഡറിൻ്റെ ഇത് ഇങ്ങനെ കട്ടിങ് വരുന്നത് കൊണ്ടാണത്. പിന്നെ ചെസ്റ്റിൻ്റെതും മാർക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു 1 ഇഞ്ചിൽ കേർവ് കൊടുക്കുക. അതിന് ശേഷം എത്രയാണോ ഹിപ്പ് റൗണ്ട് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഹിപ്പിൻ്റെ അവിടെ 7 വരുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഇട്ടുകൊണ്ട് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്ലിറ്റാണ്. അതൊരു 16.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കണം. ചെറിയ കുട്ടികളല്ലേ, 16.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു 8 ഇഞ്ച് മതി ചെറിയ കുട്ടികൾക്ക്. ഇപ്പോൾ അവിടെ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ ഇട്ടുകൊണ്ട് താഴെ വരെ അതേ ഇതിൽ മാർക്ക് ചെയ്യാം. അടിയിൽ ഒരു 1.5 ഇഞ്ച് മടക്കി തയ്ക്കാൻ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം മാറ്റിയിരിക്കണേ. സ്ലിറ്റിൻ്റെ അവിടെ നമുക്കൊരു കട്ടിടുക. അപ്പോൾ എളുപ്പം തയ്ക്കാൻ നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്ത് തയ്ച്ചെടുക്കാൻ സുഖീകാരം. പിന്നെ ഞാൻ പഴയ കുർത്തൻ്റെ കൈയിൻ്റെ മെഷർമെൻറ്റാണ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കണേ. ഇതിൻ്റെ അളവും കാര്യങ്ങളും എടുക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേഗം ചെയ്യാനും വേണ്ടി മാർക്ക് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ പറയണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ കൈയിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്തു കേട്ടോ. 4 പീസായി കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഫോൾഡായി കിട്ടേണ്ടതാണ്. എനിക്ക് തുണി ഇല്ല തുണിയും കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ അത്ര വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ആ ഫ്രണ്ടിൽ വെക്കുന്ന പോർഷനാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളമാണ്. ഞാൻ ഡബിൾ ഫോൾഡായിട്ട് ഇട്ടിട്ട് എടുത്തേക്കണേ. ഇതൊക്കെ നെക്കിൻ്റെ പോർഷനും ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യാനുള്ള ചെരിച്ചിൽ അതും കട്ട് ചെയ്ത് മാറ്റിയിരിക്കണം കേട്ടോ. അതിന് ശേഷം താഴെ വരെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലേസം ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് താഴെ വരെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ 8 ഇഞ്ചിൻ്റെ അടുത്ത് വരെ. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു ലൈൻ അങ്ങനെ വരച്ചുകൊണ്ട് ആ 8 ഇഞ്ചിൻ്റെ വരെ നിർത്തുക. അതിന് ശേഷം ആ സെൻറ്റർ അങ്ങനെ കട്ട് ചെയ്ത് ആ മാർക്ക് ചെയ്ത ഭാഗം വരെ നിർത്തിയിട്ട് അവിടെ ചെറിയ ഇതിൽ ക്രോസ് ആയിട്ടൊരു കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പം ഇതൊരു വേഗം ചെയ്യാനുള്ളൊരു മെത്തേഡ് കേട്ടോ. ഇനി നമ്മളവിടെ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ 16 ഇഞ്ചില്ലേ അത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണാം. ബായ്.